അക്ഷയ് കുമാർ നായകനായി എത്തിയ ചിത്രമാണ് കേസരി ചാപ്റ്റർ 2. അക്ഷയ് കുമാറിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചിത്രമെന്നും ഇമോഷണലി കണക്ട് ചെയ്യുന്നുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. റിലീസിന് മുമ്പ് മുൻകൂറായി വിറ്റത് 56,969 ടിക്കറ്റുകളും നേടിയത് 3 കോടി മാത്രമാണ് എന്നുമാണ് സാക്നിൽക്ക് കണക്കുകൾ. റിലീസിന് ആകെ നേടിയത് 7.5 കോടി രൂപയാണെന്നും സാക്നിൽക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കരൺ സിംഗ് ത്യാഗിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അഭിഭാഷക വേഷത്തിലാണ് അക്ഷയ് കുമാർ എത്തുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ കഥയാണ് കേസരി ചാപ്റ്റർ 2 പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി എത്തിയ ഏക മലയാളിയും വൈസ്രോയ് കൗൺസിലിലെ ഏക ഇന്ത്യക്കാരനുമായിരുന്നു സർ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ ജീവിതം പറയുന്ന ചിത്രത്തിൽ ശങ്കരൻ നായരായിട്ടാണ് അക്ഷയ് കുമാർ എത്തിയിരിക്കുന്നത്. ശങ്കരൻ നായരുടെ ചെറുമകനും സാഹിത്യകാരനുമായ രഘു പാലാട്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ പുഷ്പ പാലാട്ട് എന്നിവർ ചേർന്നെഴുതിയ ദ കേസ് ദാഷ് ഷുക്ക് ദി എംപയർ എന്ന പുസ്തകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നതാണ് സിനിമ. ശാശ്വത് സച്ദേവ് ആണ് സിനിമയ്ക്ക് സംഗീതം ഒരുക്കിയത്. ഹിരുയാഷ് ജോഹർ, അരുണ ഭാട്ടിയ, കരൺ ജോഹർ, അഡാർ പൂനവല്ല, അപൂർവ മേത്ത, അമൃതപാൽ സിംഗ് ബിന്ദ്ര ആൻഡ് ആനന്ദ് തിവാരി എന്നിവരാണ് സിനിമയുടെ നിർമ്മാതാക്കൾ. അക്ഷയ് കുമാർ നായകനായി മുമ്പ് വന്നത് സ്കൈഫോഴ്സ് ആണ്. സംവിധാനം നിർവഹിച്ചത് സന്ദീപ് കേവൽനിയും അഭിഷേക് അനിൽ കപൂറുമാണ്. എന്നാൽ 160 കോടിയിൽ നിർമ്മിച്ചിട്ടും 144 കോടി മാത്രമാണ് സ്കൈഫോഴ്സിന് നേടാനായത് എന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.